guys, welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബെസ്റ്റ് 5 സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻസ്, അതുപോലെ ആക്നെ, പിമ്പിൾസ് അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു 5 സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഫേസ് വാഷ്, അതുപോലെ തന്നെ ക്ലെൻസർ, ഫേസ് ക്രീം, ഇതൊക്കെയാണ് ഈ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് എന്ന് പറയുന്നത് ലസ്റ്ററിൻ്റെ ബനാന ക്ലെൻസിങ് മിൽക്കാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുന്നിടത്തോളം നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കാനും നമ്മുടെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു ക്ലെൻസർ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആക്കി വെക്കാനും നമുക്ക് നല്ല ഗ്ലോ കൊണ്ടുവരാനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇത് അങ്ങനെ കയ്യിൽ കുറച്ചിങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും സ്കിന്ന് അലർജിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കയ്യിലൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യും കേട്ടോ. ഞാനിത് ഇപ്പോൾ കയ്യിലാണ് കാണിക്കുന്നത്. അത് നോർമൽ വാട്ടർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു സ്മൂത്ത്നെസ്സും നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ബ്രൈറ്റ് ആക്കാൻ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്തിട്ടും നമുക്കിത് മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലെൻസറായിട്ട് യൂസ് ചെയ്യാം. ഇത് സ്കിന്നിലെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ് ചെയ്ത് നോക്കട്ടോ, ബെസ്റ്റ് റിസൾട്ടാണ് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർ ഐ ജെല്ലാണ്. അസ്റ്റാബെറിയുടെ ബയോ ഹൈലറോണേറ്റ് അണ്ടർ ഐ ജെല്ല്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനും അതായത് കുഞ്ഞു ചുളിവുകളൊക്കെ മാറാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് നിങ്ങൾക്ക് നൈറ്റ് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങണമായിരിക്കും നല്ലത് കേട്ടോ. ഞാനങ്ങനെയാണ് യൂസ് ചെയ്യാറ്. നൈറ്റ് നമുക്കിത് ഇട്ടിട്ട് കിടന്നുറങ്ങും. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പാക്കിംഗ് വരുന്നത്. ഒരു പമ്പ് പോലെ റോളർ ഉണ്ടാവും. കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് ആ ജെല്ല് നമുക്കൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഫിംഗർ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് മസാജ് ചെയ്തിട്ട് നമുക്ക് ഓവർനൈറ്റ് ഇട്ടിട്ട് കിടക്കാവുന്നതാണ്. അപ്പം ഇതാണ് കേട്ടോ അണ്ടർ ഐ ജെല്ല്. നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കൂട്ടോ, ബെസ്റ്റ് റിസൾട്ടാണ്. അടുത്ത പ്രൊഡക്റ്റ് VLCCയുടെ മൾബറി ആൻഡ് റോസ് ഫെയർനെസ് ഫേസ് വാഷാണ്. ഇത് സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻസ്, അതുപോലെ തന്നെ ബ്ലമിഷ്നെസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് വാഷാണ്. ഈ ഒരു ഫേസ് വാഷിൽ ലെമണിൻ്റെയും ഓറഞ്ചിൻ്റെയും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്കിന്നിലെ ഗ്ലോയിങ്, ബ്രൈറ്റ്നെസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഗുഡ് വൈബ്സിൻ്റെ കോക്കനട്ട് ബ്രൈറ്റനിങ് ഫേസ് ക്രീമാണ്. ഇത് നൈറ്റ് യൂസ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഞാൻ അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. നൈറ്റ് യൂസ് ചെയ്തിട്ട് മോർണിംഗ് ആകുമ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യാറ്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് ബെസ്റ്റ് ഒരു ഫേസ് ക്രീം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇത് യൂസ് ചെയ്ത് നോക്കട്ടോ. ഈ ഒരു ഫേസ് ക്രീം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്ത് വെക്കാനും ഒന്ന് സ്മൂത്ത് ആക്കാനും സ്കിന്നിലെ ഡാർക്ക് സ്പോട്ടൊക്കെ റിമൂവ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. സ്കിന്നിൽ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കട്ടോ. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ ആലീസിൻ്റെ വിറ്റാമിൻ സി ഫേസ് സെറം ആണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. ഇത് ഓൾമോസ്റ്റ് 1 ബോട്ടിൽ യൂസ് ചെയ്ത് കഴിയാറായി. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. ഇത് സ്കിൻ വൈറ്റനിങ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ചുളിവുകൾ, പിഗ്മെൻറ്റേഷൻസ്, പിമ്പിൾസ്, അക്നിയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കട്ടോ, ബെസ്റ്റ് റിസൾട്ടാണ്. ഈ പ്രൊഡക്റ്റിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്, യൂസ്ഫുൾ ആയെന്നും കൂടി വിചാരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ടാറ്റാ.